ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പച്ചക്കറി തൈകൾക്ക് അല്ലെങ്കിൽ പാവലം, പടവലം, കോവലം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് പടർത്താനായിട്ടൊരു പന്തൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു മാസം മുമ്പ് ഞാനിപ്പോൾ നട്ട് കൊടുക്കുന്ന കോവലമാണ് കേട്ടോ ഇത്. നട്ട് കൊടുത്തിരിക്കുന്ന ഒരു കോവലമാണ്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊത്തി ഇളക്കി കോവലത്തിൻ്റെ തണ്ട് ഇവിടെ നട്ട് കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം നമ്മുടെ കോവലം നന്നായിട്ട് ഇത് പടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ചെറുതിലേ പടർന്നു വന്നപ്പോൾ തന്നെ കയറ് കെട്ടി കൊടുത്തേർന്നതാണ് കേട്ടോ. അപ്പോൾ ആ കയറുമേക്കോടെ മുകളിലേക്ക് പടർന്ന് കയറി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കോവലത്തും അതേ നല്ല നീളമുള്ള കോവയ്ക്ക ഉണ്ടായി തുടങ്ങി കേട്ടോ. നല്ല നീളം കോവയ്ക്കയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു പന്തലിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെയാണ് ഒരു പന്തലിട്ട് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ഇപ്പോൾ ഈ വല പച്ചക്കറി വലയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതൊന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമുക്കിതുപോലെ ഒരു വള്ളി കോർത്ത് കൊടുക്കാം. അപ്പോൾ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ കോർത്ത് കൊടുത്ത് അങ്ങേ അറ്റം വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങേ അറ്റത്തും അങ്ങേ അറ്റത്തും വലയും കൂട്ടി ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കോർത്ത് കെട്ടിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വലയുടെ അപ്പുറത്തെ സൈഡും മങ്ങേ സൈഡും ഇതുപോലെ തന്നെ കോർത്ത് കൊടുക്കാം. അതിനുശേഷം ആ സൈഡും അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ 4 സൈഡും ഒന്ന് വലിച്ച് കെട്ടാം. അപ്പോൾ നമ്മൾ എവിടെയാണോ പന്തൽ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കായിട്ട് ഇപ്പോൾ ഞാൻ സെൻസൈഡിൻ്റെ ഹുക്കുമ്മയാണ് ഒരു സൈഡ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു സൈഡ് ഇതുപോലെ വലിച്ച് കെട്ടി കൊടുക്കാം. ഒരു സൈഡ് കെട്ടിയതിന് ശേഷം മറ്റേ സൈഡ് നമുക്കിതുപോലെ വലിച്ച് 4 മൂലയും കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 മൂലയും കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പന്തലിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ ഈ ഒരു സൈഡ് 2 സൈഡും തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി വള്ളി കെട്ടി കൊടുക്കാം, വള്ളി കോർത്ത് കൊടുക്കാം. അതിനുശേഷം ആ സൈഡും നമുക്ക് വലിച്ചു കെട്ടാം. നമ്മൾ ആദ്യം നീളത്തിലാണ് വള്ളി കോർത്ത് കൊടുത്ത് 4 സൈഡും പിടിച്ച് കെട്ടിയതെങ്കിൽ ഇപ്പോൾ നമ്മൾ വട്ടത്തിലാണ് കേട്ടോ വള്ളി കോർത്തിരിക്കുന്നത്. 2 തലയ്ക്കയും വട്ടത്തിൽ വള്ളി കോർത്തിട്ട് കോർത്ത് കഴിഞ്ഞ് അത് നമ്മൾ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളുടെ പന്തലിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇത് പോരാട്ടോ. കാരണം നമ്മുടെ പച്ചക്കറിയൊക്കെ ഇതുമേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് താഴേക്ക് തൂങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് വള്ളി കോർത്ത് കൊടുത്ത് ഒന്ന് വലിച്ചു കെട്ടി കൊടുക്കണം. അപ്പോൾ അതുപോലെ വള്ളി കോർത്തെടുത്ത് വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ പന്തലിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ഞാൻ ഈ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്ന കോവലം ഇതുമേക്ക് ഈ വലയമേക്ക് കയറാൻ പാകത്തിനൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്